لا حضرة سيدنا مصطفى محمد صلى الله عليه وسلم سيدنا علامة قشيري رحمه الله رضي الله عنه صلاة الذين ماتوا في هذا الشهر وشيخنا تقي الدين محمد الدارمي القادري رضي الله عنه شيخنا أستاذنا الشهيد علوي بن سعد رضي الله عنه. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. رب اغفر لي آمين يا الله. മഹാനായ അബൂ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി ബിൻ ഖുബൈഖ് അവരെ സംബന്ധിച്ചാണ് നമ്മുടെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. മഹാനവറുകൾ ഇനിയും പറയട്ടെ. വഖാല അവർ പറഞ്ഞു, ലാ തഗ്തമ്മ ഇല്ലാ മിൻ ശൈഇൻ യുദിറുക ഗദൻ. ലാ തഗ്തമ്മ, നീ ഗമ്മിലാകണ്ട. എന്തിനല്ലാതെ നാളെ ആഖിറത്തിൽ ചൊല്ലുമ്പോൾ നമുക്ക് ദ്രോഹമാകും. അങ്ങനത്തെ ഒന്നിനെ തൊട്ടല്ല പഠിച്ചോന്, അതിനകത്ത് ഒമ്മാവെന്ന് പഠിച്ചു. എന്നിൽ നിന്നും പഠിച്ചോനെ ഇന്ന സെക്കൻഡ് പാഴായല്ലോ അല്ലാ, നാളെ ആഖിറത്ത് സമാനം പറയേണ്ടി വരുമല്ലോ. അപ്പോൾ ഒരു ഒമ്മ, അതിനകത്ത് ഒമ്മാകാം. മഹാനായ അബൂ മുഹമ്മദ് അബ്ദുല്ലാഹി ബിൻ ഖുബൈഖ് തങ്ങൾ പറഞ്ഞത്, അതുകൊണ്ട് ഉദ്ദേശം എപ്പോഴും ശാശ്വതമായ ഖൈറ് കൊണ്ട് ജോലിയാകുക എന്നതാണ്. ഖൈറല്ലാത്ത ഒന്നുകൊണ്ട് ജോലിയാകേണ്ട. ജോലിയായാൽ ഒമ്മാവും, ആഖിറത്തില് വിഷമാവും. അങ്ങനത്തെ ഒന്നിനെ തൊട്ട് ഒമ്മാകുന്നതിനും തകരാറ്. അപ്പൊ അതിൽ തെറ്റുകൾ വന്നതിനെ പറ്റി ഒമ്മായി ഇങ്ങനെ റബ്ബിനോട് പറയാം. നമുക്ക് പ്രശ്നം സംഭവിച്ചുപോയി. ഈ മാസം മുഹറം മാസം തുടക്കമാണ്. സൂറത്തുൽ ഫാത്തിഹയ്ക്ക് പോകുന്നത് നല്ലതായിരിക്കും. അല്ലാഹു നമ്മുടെ ഈ വർഷം ഖൈറിന്റെ വർഷമാക്കട്ടെ. اللهم اجعل عامنا هذا عام خير وبركة وصلاح وعزة وتعلم وتعليم وتدريس وحج وعمرة وزيارة وسائر الخيرات. لا تجعل عامنا هذا عام قلة وذلة وفقر وفاقة ومصيبة وآفة السمائية والآفة السمائية آفة السمائية والأرضية والمائية والهوائية. اللهم احفظنا واحفظ عامنا واحفظ بلادنا في عامنا هذا من الآفات والمصيبات السمائية والأرضية والهوائية والمائية يا أرحم الراحمين. فلا تفرح, സന്തോഷവും വേണ്ട, ഇല്ലാ ബിശൈഇൻ യുസിറുക ഗദൻ, നാളെ തന്നെ അതിൻ്റെ കാരണമായി സന്തോഷമുണ്ടാക്കും. അങ്ങനത്തെ ഒന്ന് കൊണ്ടല്ലാതെ സന്തോഷിക്കുകയും വേണ്ട. നാളെ ചെല്ലുമ്പോൾ ഒമ്മിലാക്കും, തന്നെ ബുദ്ധിമുട്ടാക്കുന്ന ഒന്നുകൊണ്ടല്ലാതെ ഒമ്മിലും ആകണ്ട. അപ്പം നാളെ ചെല്ലുമ്പോൾ സന്തോഷിക്കണമെങ്കിൽ നമ്മൾ ഇന്ന് നമ്മുടെ ഈ ദുനിയാവിൽ നമ്മളെ സക്കനാത്ത് ഹറക്കാത്തൊക്കെ ഖൈറാത്തിൽ ചെലവഴിക്കണം. അപ്പം നാളെ നല്ല സന്തോഷം ഉണ്ടാവും. ആ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് സന്തോഷിക്കാം, മറ്റേ കാര്യങ്ങൾ കൊണ്ട് ദുഃഖിക്കുകയും ചെയ്യണം എന്ന്. فقال ابن خبيق وحشة العباد عن الحق أوحش منهم القلوب ولو أنهم أنسوا بربهم لاستأنس بهم كل أحد. وحشة العباد عن الحق
ഹക്കായ അള്ളാഹുവിനെയും വിട്ടുകൊണ്ട് മനുഷ്യന്മാര് അള്ളാഹുവിന് ദിക്ർ ശുക്ർ അള്ളാഹുവിന്റെ ഇജ്ലാല് തഅദീം അള്ളാഹു പറഞ്ഞത് ചെയ്യുക വിരോധിച്ചതിനെ ഒഴിവാക്കുക ഈ കാര്യങ്ങളൊന്നും ചെയ്യാതെ അതിനെ തൊട്ടൊന്നും തിരിഞ്ഞു കളയാതെ തവഹുഷ് ഏകാന്തത അത് വേണ്ട. വഹശത്തുൽ ഇബാദി അനിൽ ഹഖി എന്താ അത് ഔഹശ മിൻഹുമുൽ ഖുലൂബ് അവരെ തൊട്ട് കൽബുകൾ എന്താകും വഹശത്താകും. പിന്നെ കൽബിൽ എന്തില്ല റബ്ബിനെ പറ്റി ഒരു ചിന്തയില്ലാതെ വരും. ഹക്കായ അള്ളാഹുവിനെയും വിട്ട് ദാസന്മാര് ഒറ്റയ്ക്ക് പോകല് അത് കൽബിലൊന്നുമില്ലാത്ത അവസ്ഥ ഉണ്ടാക്കി തീർക്കുന്നതാണ്. വഹശത്ത് യഥാർത്ഥത്തിൽ അള്ളാഹുമായിക്കൊണ്ട് വഹശത്താണല്ലോ. ഹലോ അന്നഹും അവരെങ്ങാണം വലൗ അന്നഹും അനിസു എന്നായിരിക്കണം. ഈ മനുഷ്യന്മാർ അനിസു നേരം പോക്കായിരുന്നു എങ്കിൽ ബി റബ്ബിഹിം അവരുടെ റബ്ബിനെ കൊണ്ട് നേരം പോക്കായാൽ യസ്തഅനസബിഹിം അവരെ കൊണ്ട് നേരം പോക്കാകും കുല്ലു അഹദിൻ എല്ലാവരും. അല്ലാഹു സുബ്ഹാനഹു വ തആലാനെ കൊണ്ട് ജോലിയായപ്പം അങ്ങനല്ലേ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തില് ആടുകളെ കൊണ്ട് ചെന്നായിക്ക് നേരം പോക്കാവും. കാരണം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ അള്ളാഹിനെ കൊണ്ട് നേരം പോക്കായതുകൊണ്ട്. എന്ന് മാത്രമല്ല ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ മരിച്ചതിന് ശേഷവും അവരുടെ ആട്ടിൻ പറ്റങ്ങളെ മേയിച്ചത് നായ്ക്കളാണ്. ആട്ടിന്റെ ശത്രുക്കളായ നായ്ക്കളാണ്. അപ്പൊ ആ ബറക്കത്ത് അങ്ങനെ നീണ്ടുന്നതിന്റെ മാന. വലൗ അന്നഹും അനിസു ബി റബ്ബിഹിം ഞാൻ നേരത്തെ തെറ്റു വെച്ചു. വലൗ അന്നഹും അനിസു ബി റബ്ബിഹിം ലസ്തഅനസ ബിഹിം കുല്ലു അഹദ് എന്ന്